ഈ പറയുന്ന ഗാർ ഫൗർ കാണുമ്പോഴായിരിക്കും. ഹിജറക്ക് പോകുമ്പോൾ ഒളിച്ച ആ ഗുഹ, ബാക്കി ഗുഹയൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാണാം, പക്ഷെ ഈ ഗുഹ ഇങ്ങനെ നോക്കണം. എങ്ങനെയായിരിക്കും ആ കാലത്ത്? നടക്കുമ്പോ കാലിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയിട്ടുണ്ട്. പുണ്യനബിയുടെ അപ്പം വിരൽ വെച്ച് കുത്തിയിട്ട് ചോര വന്നിട്ടുണ്ട്. ആ ചോര വാർന്ന കാലുമായിട്ടാണ്, ഒരു കൈയിൽ പൊട്ടിയ വാറുള്ള ചെരുപ്പുമായിട്ട് ആ ഗുഹയുടെ മുകളിലേക്ക് പുണ്യനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു. 621 സെപ്റ്റംബറിലെ റബീഉൽ അവ്വൽ 1 വ്യാഴാഴ്ചയാണ് ആ സംഭവം ഉണ്ടായത്, സുബഹിക്ക് ശേഷം. വെള്ളി, ശനി, ഞായർ 3 ദിവസം ഗുഹാന്റെ ഉള്ളിൽ നിന്നു. പ്രസംഗിയെ പറഞ്ഞു പോവാൻ വളരെ ആസൂത്രിത. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ തയ്യാറാക്കുന്നു, ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ മകളെ തയ്യാറാക്കുന്നു, വാർത്തകൾ ഒപ്പിയെടുത്ത് അറിയിച്ചു കൊടുക്കാൻ അടിമയെ തയ്യാറാക്കുന്നു, അതിന്റെ അകത്ത് പാലെത്തിച്ചു കൊടുക്കാൻ വേറെ അടിമ ആമിർ ബിൻ ഫുഹൈറയെ തയ്യാറാക്കുന്നു. എന്നിട്ട് പച്ചപ്പാല് ദാഹം കൊണ്ട് സിദ്ദീഖ് അക്ബർ കുടിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംസാരമുണ്ട്, പച്ച കുടിക്കല്ല, പച്ചപ്പാൽ അത്ര നന്നില്ല, ചൂടാക്കാം. എന്നിട്ട് പകൽ മുഴുവനും വെയിലേറ്റ് തപോഗ്രമായ മരുഭൂമിയിലെ ചരൽക്കല്ലെടുത്ത് ആട്ടിൻപാലിട്ട് ചൂടാക്കിയിട്ട് അബൂബക്കറിനെ വെച്ചു കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഭവം ഉണ്ടായത് ഈ പറയുന്ന നാളുകളിലാണ്. ശനി, ഞായർ, തിങ്കളാഴ്ച രാവിലെ ഇറങ്ങി ഗുഹയിൽ നിന്ന് യമനിന്റെ ദിശയിലേക്ക് ചെങ്കടൽ തീരം വഴി നടന്നു. ഇന്നത്തെ ജിദ്ദയുടെ അരികിലൂടെയാണ് പോയത്. മദീനയെ ലക്ഷ്യമാക്കി സഞ്ചരിച്ച് അസ്ഫാൻ, അമജ്, അൽഖറാർ, ദാസലം, ബത്നുറഅം, അങ്ങനെ 7 ദിവസം കൊണ്ടവർ മദീനയിലെത്തി. സീ കോസ്റ്റൽ കടപ്പുറം വഴിയാണ് പോയത്, സാധാ പോകുന്നതിലെ പോയില്ല. ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. ഞാനതിലേക്ക്, എന്റെ വിഷയം ക്രൊണോളജി മാത്രമാണ്, അതുകൊണ്ട് ഞാൻ അതിന്റെ വാക്യകളിലേക്ക് പോകുന്നില്ല. അങ്ങനെ റബീഉൽ അവ്വൽ 12 അവർ ഖുബായിലെത്തുന്നു. ആദ്യമായി ഒട്ടകം അവിടെ മുട്ടുകുത്തി. ദഊഹു ഫഇന്നഹാ മഅ്മൂറത്തുൻ മിനല്ലാഹ് എന്ന് പറഞ്ഞ കസ്വ എന്ന പ്രവാചകന്റെ ആ മഹാ ഒട്ടകം, സ്വർഗത്തിലും സ്ഥാനമുള്ള മഹാ ഒട്ടകം, പുണ്യനബിയെ വഹിച്ച ഒട്ടകം, കസ്വഇന്റെ വാലിന്റെ പൂഞ്ഞയിൽ പതിഞ്ഞ മണ്ണിന്റെ മഹത്വം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതൊരു വലിയ മഹത്വമാണ്. അവിടെ പള്ളി കെട്ടി. തിങ്കളാണ് അവിടെ എത്തുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം ഗുബായിൽ തങ്ങി. ഒരഭിപ്രായ പ്രകാരം വെള്ളി കൂടി ഗുബായിൽ തങ്ങി. മുസ്ലിം ലോക ചരിത്രത്തിൽ ആദ്യത്തെ ജുമുഅ അന്ന് സംഭവിച്ചു. വെള്ളിയാഴ്ച ജുമുഅാനന്തരം മദീനയിലേക്ക് പോയി. പ്രകമ്പിതമായ മദീനാഗമനം. ആ സംഭവത്തിലേക്ക് നാം പോകുന്നില്ല. പുണ്യനബി മദീനയിലെത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി. ഒന്ന് അനാഥ മക്കളുടെ ആ ഈത്തപ്പഴം ഉണക്കുന്ന സ്ഥലം, അവിടെ മസ്ജിദ് നബവി കെട്ടി. പിന്നെ പുണ്യനബി വരുന്ന വാർത്ത കേട്ട് മദീനക്കാർ നേരത്തെ ഒരുങ്ങിയിരുന്നു നബിയെ സ്വീകരിക്കാൻ. വീടൊക്കെ അലങ്കരിച്ചു വെച്ചിരുന്നു. പക്ഷെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ വേണ്ടത്ര അലങ്കരിക്കാൻ പറ്റാതെ പോയ അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിന്റെ മുറ്റത്ത് പോയി അഷ്റഫുൽ ഖൽഖിന്റെ ഒട്ടകം മുട്ടുകുത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിൽ താമസിച്ചു. വീട്ടിൽ താമസിക്കുമ്പോൾ അബൂ അയ്യൂബ് അൽ അൻസാരിക്ക് കൺഫ്യൂഷനായി. 2 തട്ടൊന്നും പറയാൻ കഴിയില്ല. ഈത്തപ്പനയുടെ അട്ടി വെച്ച് താഴെയും മേലെയും ആൾക്കാർ കിടക്കാറുണ്ട്. നബിയെ താഴെ കിടത്തണോ മേലെ കിടത്തണോ? റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ താഴെ കിടക്കാം. അബൂ അയ്യൂബ് അൽ അൻസാരിയും പത്നിയും സമ്മതിച്ചു. പക്ഷെ രാത്രിയായപ്പോൾ അബൂ അയ്യൂബ് അൽ അൻസാരിക്ക് സഹിക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ തലയുടെ മീതെ എന്റെ കാലോ. താഴെ പോയി പറഞ്ഞു, നടക്കില്ല, അങ്ങ് മേലെ കിടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, ആൾക്കാർക്ക് പെട്ടെന്ന് വരാനും പോകാനും എന്നെ കാണാനും സൗകര്യം, ഞാൻ താഴെ കിടക്കലാം. ഒറ്റ സംഭവം മാത്രം ഓർത്തതാണ്. സമ്മതിക്കേണ്ടി വന്നു ആതിഥേയനായ അബൂ അയ്യൂബ് അൽ അൻസാരിക്ക്. പക്ഷെ രാത്രി കടക്കുമ്പോൾ തന്റെ കാലുകൊണ്ട് ഒരു പാത്രം മറിയുകയും വെള്ളം താഴേക്ക് വരികയും ചെയ്തു. അബൂ അയ്യൂബ് അൽ അൻസാരിക്ക് ബേജാറായി. പുണ്യനബിയുടെ ഉറക്കം തെളിയുന്നുണ്ടോ? ഓടി വന്ന് നോക്കി, ഒരു തുള്ളിയെങ്ങാനും നബിയുടെ ദേഹത്തേക്ക് പതിയുന്നുണ്ടോ? പതിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് കട്ടിലേക്ക് വന്നിട്ട് ഭാര്യയോട് അത് തുടക്കാനൊപ്പാൻ തുണി ചോദിക്കുന്നതിന് പകരം അബൂ അയ്യൂബ് അൽ അൻസാരി മറിഞ്ഞ വെള്ളത്തിൽ കിടന്നങ്ങ് മറിഞ്ഞു. സ്വന്തം ദേഹം കൊണ്ട് വെള്ളമൊപ്പിയെടുക്കാൻ. അത് കണ്ടപ്പോൾ ഭാര്യയും കെട്ടിമറിഞ്ഞു. വലിയ വലിയ സംഭവങ്ങൾ.
അങ്ങനെ പുണ്യനബി അവസാനിച്ച ദിവസമാണ് നേരത്തെ പറഞ്ഞ 632 ജൂൺ 8 തിങ്കൾ. നോക്കൂ, ഞാൻ ആ ഭാഗം പറയുകയല്ല, കുറച്ച് സമയം കൂടി ആലോചിച്ച് നോക്കൂ. ഏതൊക്കെ മാനദണ്ഡങ്ങൾ! ഇപ്പൊ ലോകത്തെ ഒറ്റൊരു കാര്യം, ഞാൻ വ്യക്തിമാഹാത്മ്യത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒറ്റ കാര്യം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് കാൾ മാർക്സ് പ്രധാനപ്പെട്ട ആളാണ്, ക്രോണോളജി ബസ് ക്ലോസ്. കോൺഗ്രസുകാർക്ക് ഗാന്ധിജി വലിയ ആളാണ്. ഞാൻ പൊളിറ്റിക്സ് പറയാല്ല, ലോകത്ത് ഓരോ പ്രത്യയശാസ്ത്രക്കാർക്കും അവരുടെ നേതാവ് വലിയ ആളാണ്. ആ നേതാക്കന്മാരെ കൂട്ടത്തിൽ നിന്ന് എന്താണ് പുണ്യ നബിയുടെ ഒരു സംതിങ് സ്പെഷ്യാലിറ്റി? ഇസ്ലാമികമായ ഒരു മാനദണ്ഡമൊക്കെ മാറ്റിവെച്ച് ഒരു സോഷ്യൽ, ഒരു സാമൂഹികമായ വിശകലനത്തിൽ എന്താണ് പ്രവാചകന്റെ ഏറ്റവും വലിയൊരു എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ അത് ഇതാണ്: പുണ്യ നബി അനുസരിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്തു. അനുസരിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്തു. മനസ്സിലായില്ല? ഗാന്ധിജി നല്ല ആളാണ്, വലിയ പ്രത്യയശാസ്ത്രാന്ന് ദേശീയവാദികൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഗാന്ധിജി നടന്ന പോലെ നടക്കണം എങ്കിൽ മെമ്പർഷിപ്പ് കിട്ടൂ എന്ന് കോൺഗ്രസിൽ ചട്ടമുണ്ടോ? ഇവിടെ എന്താ ഖദറിന്റെ ഒക്കെ വിഷയം നടക്കുന്നുണ്ടല്ലോ. ഗാന്ധിജി ജീവിച്ചതുപോലെ നിങ്ങൾ പൊളിറ്റിക്സിലേക്ക് മൈൻഡ് കൊണ്ടുപോകല്ലേ. എന്റെ ഏരിയയെ അതല്ല, ഞാൻ ആ നീയത്ത് വെക്കുന്നില്ല, മനസ്സിലാവാൻ പറഞ്ഞതാണ്. അർദ്ധനഗ്നനായി നടക്കണമെന്ന്. ചൂടുവെള്ളം പോലും, നിങ്ങൾ വെള്ളം ചൂടാക്കുമ്പോൾ പോലും ബാക്ടീരിയ ചത്തുപോകുമെന്ന് ശ്രദ്ധിച്ച ഗാന്ധിജി. നേരത്തെ ഇവിടെ സ്വാമി പറഞ്ഞല്ലോ, ശിരോവസ്ത്രം എറിഞ്ഞുകൊടുത്ത് അറക്കൽ രാജ്ഞിയെ അല്ലെങ്കിൽ രാജകുമാരിയെ രക്ഷിച്ച കഥ. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോ പോൾബന്തറിൽ ഗുജറാത്തിലെ ട്രെയിൻ ഇറങ്ങിയപ്പോ അതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഥയിലേക്ക് പോവല്ല. മുഖം കഴുകാൻ ഒരുങ്ങിയപ്പോ അന്ന് ബാരിസ്റ്റർ പാസ്സായി, അന്നത്തെ അഡ്വക്കറ്റാണ് ഗാന്ധിജി. ഒരു ഹരിജശ്രീ കുളിക്കുന്നുണ്ട്, ഈ മാറിടം സ്ഥലം കാണുന്നുണ്ട്. ഒരു അന്യപുരുഷനെ കണ്ടപ്പോ ഈ അലക്കുന്ന പെണ്ണ് ഒന്നെടുത്ത് അതുകൊണ്ട് തന്നെ അലക്കുന്നതാണ്, അല്ലാതെ വെപ്രാളപ്പെട്ടു. തന്റെ രഹസ്യഭാഗം ഒരു അന്യപുരുഷൻ കാണുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഗാന്ധിജിയുടെ ഓൾഡ് പിക്ചേഴ്സ് ഗൂഗിളിലുണ്ടല്ലോ. തന്റെ തലയെ കെട്ടഴിച്ചിട്ട് വെള്ളത്തിലൂടെ ഇട്ടുകൊടുത്തു. ആ വസ്ത്രമാണ് ആ പെണ്ണ് നാണം മറക്കാൻ പിന്നീട് ഉപയോഗിച്ചത്. അന്നാണ് ഗാന്ധിജി തീരുമാനിച്ചത്, നാണം മറക്കാൻ പോലും വസ്ത്രമില്ലാത്ത ഇന്ത്യയിൽ താനെന്തിന് ബാരിസ്റ്ററായി, ലോയലായി, അഡ്വക്കറ്റായി ജീവിക്കണം. അങ്ങനെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജിയായത്, ബഹുമാനപ്പെട്ട ഗാന്ധിയായത്. പക്ഷെ ഗാന്ധി ജീവിച്ച പോലെ ജീവിച്ചാലേ മെമ്പർഷിപ്പ് കിട്ടുമെന്ന് കോൺഗ്രസിൽ ചട്ടം കെട്ടിയാൽ കോൺഗ്രസിന്റെ അകത്ത് ആരാ ബാക്കി ഉണ്ടാകുക? രാഹുൽ ഗാന്ധി ബാക്കി ഉണ്ടാവും. പൊളിറ്റിക്സ് അല്ല എന്റെ വിഷയം, കാര്യം പറയണല്ലോ. കാൾ മാർക്സ് ജീവിച്ചതുപോലെ ജീവിക്കണം എങ്കിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടൂ എന്ന് പറഞ്ഞാൽ അകത്ത് പിണറായി വിജയൻ ഉണ്ടാകുമോ? VS അച്യുതാനന്ദൻ ഉണ്ടാകുമോ? EMS നമ്പൂതിരിപ്പാട് ഉണ്ടാകുമായിരുന്നോ? ജീവിച്ചതുപോലെ ജീവിക്കണം എന്ന് അവിടെ ഇല്ല. അവിടെയുള്ളത് പ്രത്യയശാസ്ത്രം അംഗീകരിക്കണമെന്നാണ്. പക്ഷേ അറിയുക, ആലോചിക്കുക, പുണ്യനബിയെ പ്രത്യയശാസ്ത്രപരമായി മാത്രം സ്വീകരിച്ചാൽ പോരാ. പുണ്യനബിയെ മോമിനീങ്ങൾ സ്വീകരിക്കുന്നത് ജീവിതം കൊണ്ട് അനുകരിക്കുകയാണ്. വെള്ള വസ്ത്രമാണ് പുണ്യനബിക്ക് കമ്പം, അതുകൊണ്ട് വെള്ള സുന്നത്ത്. തലേക്കെട്ടുണ്ടായിരുന്നു, അത് സുന്നത്ത്. താടി വെച്ചിരുന്നു, സുന്നത്ത്. എന്തിനേറെ മദീനയിലെ അടുക്കളയിലെ മെന്നി മാറി ഹിജ്റ സംഭവിച്ചതിന് ശേഷം. മദീനക്കാര് നോൺ വെജിറ്റേറിയൻസാം. ആട്ടിറച്ചിയും ഒട്ടകത്തിന്റെ ഇറച്ചിയും, നമ്മൾ ചോറ് എന്ന പോലെ ഇറച്ചി എന്ന കൗമാണ്. പക്ഷെ റസൂലുള്ള വന്നപ്പോ ശ്രദ്ധിച്ചു എങ്ങനെയാണ് നേതാവിന്റെ ഒരു ടേസ്റ്റ്. നോക്കുമ്പോ ചപ്പാത്തി, അന്നത്തെ ഹുബസ്, ഇറച്ചിക്കറിയും വെച്ചു കൊടുത്താൽ, അന്ന് ഇറച്ചിക്കറിക്ക്, നമ്മുടെ നാട്ടിൽ ഇറച്ചിക്കറിക്ക് ബീഫ് വെക്കുമ്പോൾ നമ്മൾ മൗലൂദിന് പൂള കപ്പടുവല്ലോ, അതേപോലെ അവർ ചൊരങ്ങയിടുന്ന പതിവുണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചപ്പാത്തിയും ചൊരങ്ങയിട്ട ഇറച്ചിക്കറിയും, അത് ഇറച്ചി ആടിൻ്റെതാണെന്ന അഭിപ്രായമുണ്ട്, ഒട്ടകത്തിൻ്റെതാണുണ്ട്, കോഴീൻ്റെതാണെന്നുണ്ട്. സീറകളിൽ റസൂലുള്ളാഹി തവി, എന്താ പറയുക, നമ്മുടെ കയ്യില് കൊണ്ട് ആ ഇറച്ചിയൊക്കെ പ്ലേറ്റിന്റെ മൂലയിലേക്ക്, പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ പ്ലേറ്റ്, മൂലയിലേക്ക് തട്ടിയിട്ട് ചൊരങ്ങ മാത്രം സെലക്ട് ചെയ്ത് തിന്നുന്നത് കണ്ടു മദീനയിലെ ആളുകൾ. മദീനയിലൊരു നിലയും വിലയില്ലാത്ത ഒരു നാടോടി കർഷകനായിരുന്നു സയ്യിദുന സാഹിർ റളിയല്ലാഹു അൻഹു.
ഇവിടെ ഡാം വന്നപ്പോ സെന്റിന് സ്ഥലം 13,000, പിന്നെ 1.30 ലക്ഷം, പിന്നെ ഇപ്പൊ 13 ലക്ഷത്തിലേക്ക് ചാടുന്നതല്ലോ. അതാണ് പിന്നെ ഉണ്ടായത്. മാർക്കറ്റിനെ സ്വാധീനിച്ചു നബിയുടെ വരവ്. സാഹിറിന്റെ വീട്ടിലേക്ക് മുതലാളിമാരെ ഒഴുക്കായി. ചരിത്രം നോക്കൂ. സാഹിറെ ഒരു ചാക്ക്, നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ ഒരു ചാക്ക് ചരങ്ങ. സാഹിറെ അടുത്ത വിളവിലെ ചരങ്ങ എനക്ക്, അടുത്ത വിളവിലെ ചരങ്ങ എനിക്ക്. ചുരങ്ങക്ക് വേണ്ടി മത്സരമുണ്ടായി മദീനയിൽ. നോക്കൂ, 4 മദ്ഹബിൽ എവിടെയെങ്കിലും ചരങ്ങ കൂട്ടൽ സുന്നത്താണോ? വേണ്ട. സൂഫിയാക്കൾക്ക് പല അഭിപ്രായം ഉണ്ടാകാം. ഫുഖഹാക്കൾക്കിടയിൽ പച്ചക്കറി കൂട്ടൽ പ്രത്യേകം സുന്നത്താണോ? അല്ല. എന്ന് മാത്രമല്ല, ആഴ്ചയിൽ ഒരു തവണ ഇറച്ചി കൂട്ടൽ സുന്നത്താണ് എന്നാണ് ഫിഖഹിന്റെ നിയമം. അതേസമയം മദീനയിൽ ആ ഫിഖഹിനപ്പുറം ഒരു ഇഷ്ക് പ്രവർത്തിച്ചു. ഇറച്ചി വേണ്ട, നൺ വെജിറ്റേറിയനിസം, ഞങ്ങൾക്ക് പച്ചക്കറി മതി. ആ പ്രശ്നം തീർക്കാൻ ആര് വേണ്ടി വന്നു എന്നറിയോ? സാക്ഷാൽ മുഹമ്മദ് റസൂലുള്ളാഹി. മാർക്കറ്റിൽ കശവിശ. എന്താ പ്രശ്നം? സാഹിറിന്റെ മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുമ്പോ സാഹിറാകെ കൺഫ്യൂഷനിലാണ്. 2 പ്രശ്നം സാഹിറിന്റെ മുമ്പിലുള്ളത്. ആദ്യം ഏൽപ്പിച്ച ആൾ ഇവരാണ്, കൂടുതൽ പൈസ തരാന്ന് പറഞ്ഞത് ഇവരാണ്, ഞാൻ ആർക്ക് കൊടുക്കണം നബിയെ? അപ്പൊ അത് പരിഹരിക്കാൻ നബി തന്നെ മിണ്ടി, ലാ തുസാവിമു അലാ മൻ തസാവമ. ഒരു വില പറഞ്ഞതിനെ മറികടക്കുന്ന വേറെ വില പറഞ്ഞ് നിങ്ങൾ മത്സരിക്കണ്ട. ഇത് പിന്നെ ലേലം വിളിക്കെതിരെ ചില ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഇതിന്റെ കോണ്ടക്സ്റ്റ് പറയാണ്. ഇത് ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ ചെയ്യരുത് എന്നാണ്. ലാ തുസാവിമു അലാ മൻ തസാവം. ഇങ്ങനൊരു നേതാവ് ലോകത്തുണ്ടോ? റസൂലുള്ള കാല് വെച്ചിട്ട് എത്ര കാൽ പതനം കൊണ്ടാണോ ഒരിടത്തെത്തുന്നത്, അത്ര കാൽവെപ്പ് കൊണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഇത്തിബാ ചെയ്യുന്ന സഹാബികൾ. നോക്കൂ എന്താണ് നടക്കുന്നത്, എന്താണ് നടന്നത്. നമ്മൾ വിചാരിക്കുന്ന, നമുക്കൊരു പ്രയോഗം ഉണ്ടല്ലോ, അതുക്കും മീതെ, അതുക്കും മീതേക്കും മീതെയാണ് ഫൗഖഹു വ ഫൗഖഹു വ ഫളൻ ഫൗഖഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഊഹിക്കാൻ കഴിയില്ല. കാല് നീണ്ട ആളും കുറച്ച് വെച്ചു. കാരണം റസൂലുള്ള അങ്ങനെ വെച്ചത്. റസൂലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഹജ്ജിന് പോകുമ്പോ മീഖാത്ത് കഴിഞ്ഞ് ഹറമിലേക്ക് പോകുന്നതിനിടയിൽ ഹദീസിന്റെ കിതാബിൽ ആ ഭാഗം കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഒരു മരം ഉണ്ടായതിന്റെ പേരിൽ തല താഴ്ത്തിയിട്ടുണ്ട് ഒട്ടകപ്പുറത്തിരിക്കുമ്പോ. കാരണം അപ്പോ തല നേരെ വെച്ചാൽ തലേക്കെട്ട് ആ മരത്തിന്റെ കമ്പിന് കൊള്ളും. ആ മരം പിന്നീട് മുറിക്കപ്പെട്ടു. ആ മരം മുറിക്കപ്പെട്ടപ്പോ സയ്യിദിന ഉമറുൽ ഫാറൂഖിന്റെ പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുമ്പോ ആ സ്ഥലത്തെത്തിയപ്പോ വാഹനപ്പുറത്തുനിന്ന് വെറുതെ തലതാത്തി. അല്ല, നിങ്ങൾക്കെന്ത് പറ്റി? നിങ്ങളെന്തിനാ ഇവിടുന്ന് തലതാത്തിയത്? കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇതിലെ പോകുമ്പോ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തലതാത്തിയിരുന്നു. ഇപ്പൊ മരം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, വെറുതെ സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ പ്രധാനികളായ ഉമറാക്കൾ ഒരു പക്ഷേ ഹദീസിന്റെ കിതാബ് അങ്ങനെ ഓതണമെന്നില്ലല്ലോ. ഇന്നും ഇവിടെയുള്ള പള്ളി ദർസിൽ അറബി കോളേജുകളിൽ ബുഖാരിയുടെ ഹജ്ജിന്റെ ബാബ് ഉസ്താദുമാർ ഓതിത്തരുമ്പോ ഇഹ്റാം കെട്ടുന്ന ഭാഗം പറയുമ്പോ ഷെയ്ഖുൽ ഹദീസ് ചിരിക്കും. ആരാണ് എടുത്തിരുന്നത്? ആ ഭാഗം പറയുന്നയാള് മോണ കാട്ടിച്ചിരിക്കും. അവിടെ ഒരു കോമിക്കോ കോമഡിയോ തമാശയോ പറയുന്ന ഭാഗമല്ല. എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ സംഭവം നടക്കുന്ന സമയത്ത്, ഇഹ്റാം ചുറ്റി നിൽക്കുന്ന സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ടുണ്ട്. അതേ ലോജിക്ക് കൊണ്ട്, സ്നേഹത്തെ ലോജിക്ക് കൊണ്ട് അളക്കാൻ കഴിയില്ല. പ്രണയത്തെ, ഹൃദയാർദ്രതയെ, ആർദ്രതയെ, രാഗത്തെ, അനുരാഗത്തെ യുക്തി കൊണ്ട് നിർവചിക്കാൻ കഴിയില്ല. പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്നു സയ്യിദിന സുലൈമാൻ അലൈഹിസ്സലാം. ഒരിക്കൽ നടന്നു പോകുമ്പോ ഒരു മരത്തിന്റെ കമ്പിൽ നിന്ന് ഒരു ലവ് ബേർഡ്സ്, 2 ഇണക്കുരുവികൾ സംസാരിക്കുകയാണ്. അതിൽ ആൺകിളി പെൺകിളിയോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ എന്തും എവിടെ വെച്ചും എപ്പോഴും എത്തിച്ചു തരും. ഓഫറാണ്, എന്റെ കൂടെ വരണം രജിസ്റ്റർ വിവാഹത്തിന്. അപ്പൊ പെൺകിളി ചോദിച്ചു, ആണോ? എങ്കിൽ പറ, ബൽക്കീസിന്റെ സിംഹാസനം എത്തിച്ചു തരുമോ? അപ്പൊ ആൺകിളി പറഞ്ഞു, അതും. ഇത് കേട്ടു സയ്യിദിന സുലൈമാൻ അലൈഹിസ്സലാം. ഈ കഥയെക്കുറിച്ച് കിസ്സ ഈസവിയാന്നുണ്ട് തഫ്സീറിൽ, ഇവിടെ പറയണം. തഫ്സീറിലുണ്ട്, പക്ഷെ ഇത് ഓറിയന്റലിസ്റ്റ് കഥയാണെന്നുണ്ട്. പക്ഷെ കഥ കേൾക്കാൻ ഭംഗിയുള്ള കഥയാണ്.
സോളമൻ, സെമിറ്റിക് സോളമൻ അലൈഹിസ്സലാം ആ ആൺകിളിയോട് ചോദിച്ചു, പറഞ്ഞോ, പക്ഷെ ഇത്ര വേണോ? നമ്മളെ കുട്ടികൾ പറയല്ലോ, തള്ളിക്കോ, ഒരു മയത്തിലൊക്കെ എന്ന് പറയല്ലോ. ബൽക്കീസിന്റെ സിംഹാസനം കൊണ്ടു തരൂ, ഒരു മയത്തിൽ തള്ളിക്കൂടെ എന്ന് ഈ ആൺകിളിയോട് ചോദിച്ചപ്പോ ആൺകിളി പറയുന്നുണ്ട് സുലൈമാൻ അലൈഹിസ്സലാമിനോട്, നിങ്ങൾ വലിയ നബിയായിരിക്കും, വഹിയും കിട്ടുന്നുണ്ടാകും, പക്ഷെ പ്രേമിക്കുന്നവരുടെ ഭാഷ സുലൈമാൻ നബിയെ നിങ്ങൾക്കറിയില്ല. അതാണ് ഉണ്ടായത്. അതുകൊണ്ട് എന്തിനാണ് ഈ ഉമ്മത്ത് തലതാഴ്ത്തുന്നത് എന്നതിന് ഇവിടെയുള്ള നവീനവാദികൾ ഹദീസ് തപ്പേണ്ടതില്ല, പ്രമാണം നോക്കേണ്ടതില്ല. അത് ഇഷ്കിന്റെ ഭാഷയാണ്. ഞാൻ ചുരുക്കുന്നു, ഇത്രയാണ് പറഞ്ഞത്. അനുസരിക്കപ്പെടുക മാത്രമല്ല, ജീവിതം കൊണ്ട് അനുകരിക്കപ്പെട്ടു. ലാസ്റ്റ് ഭാഗം നമ്മൾ അനുഭവിക്കുന്ന ഒരമാനുഷികത തത്തിമത്താവും കരുതിയത്. അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ നമുക്കിത് ശരിയാണെന്ന് തോന്നുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ.